നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് കൈപ്പയ്ക്ക വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ചുട്ടെടുക്കാം. ഇത് കനലിലോ അല്ലെങ്കിൽ പാനിലോ വെച്ച് ചുടാം. നമ്മൾ സാധാരണ ഇറച്ചി മീനൊക്കെ ഇതുപോലെ ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ കൈപ്പയ്ക്കയും ചെയ്യാം. അപ്പോൾ നമുക്കിത് വേഗം ഉണ്ടാക്കാം. ഇവിടെ 2 വിളഞ്ഞ കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. കൈപ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ പറയും. നല്ല മൂത്തതെടുക്കുകയാണെങ്കിൽ കയ്പ്പ് കുറവായിരിക്കും, ഇളം കൈപ്പയ്ക്കേക്കാളും കൂടുതൽ. അപ്പോൾ ഇതിവിടെ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഒരു ചട്ടി, അപ്പം ഞാനിതിനൊരു ചട്ടിയിലേക്ക് ഇടുകയാണ്. ഈ ഒരു ബൗളാണല്ലോ കൈപ്പയ്ക്ക എടുത്തത്. അപ്പോൾ അതിൻ്റെ പകുതിയോളം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു നുള്ള് മതി. നല്ല കട്ടിയുള്ള കോൽപ്പുളി പിഴിഞ്ഞതോടെ എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ, 1-2 ടീസ്പൂൺ ചേർക്കാം, നമ്മുടെ കയ്പ്പിനൊരു ആശ്വാസം കിട്ടാനായിട്ട്. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെല്ലാം കൂടെ കൈകൊണ്ട് നന്നായി തിരുമ്മിയെടുക്കുകയാണ്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിത് അരിഞ്ഞു വയ്ക്കേണ്ട കുറച്ച് സമയം മാത്രമേ വേണ്ടൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടണം. ഇപ്പോൾ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ വേറൊരു ചെറിയ പീസും കൂടെ വാട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മളിതിനെ മടക്കുകയാണ്. ഇതിൻ്റെ തന്നെ നാര് കൊണ്ട് നമുക്കിതിനെ ഒന്ന് കെട്ടാം. ഇനി ഇതിനെ നമുക്ക് കനലിൽ വെച്ച് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടും ചുടാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പാനിൽ വെച്ച് ചുടാൻ പോവാണ്. നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ ഓരോ ഇല നമ്മൾ ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ കെട്ടാം ഇതുപോലെ. ഇപ്പോൾ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊന്ന് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. മൂടിയിടാം. ഇനി ഇപ്പം നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 6-7 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് മൂടിയിടാം. നമ്മളൊരു 6 മിനിറ്റ് 2 സൈഡും പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. കാരണം ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിതിനെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഇടാൻ പോവാണ്. ചട്ടിയിലേക്ക് ഇടാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു സൂത്രം കൂടെ ചെയ്യാനുണ്ട്. നമ്മളിതിനെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി വീണ്ടും ഇതിനൊന്ന് മൂടിയിടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിനെ തുറക്കാം. ഇതുകൂടി ഇരിക്കട്ടെ. ഇതുപോലെ മറ്റേ ചട്ടിയും ചെയ്യാം.
ഇതിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ആവിയിൽ കിടന്നിട്ട് നമ്മുടെ കറിവേപ്പില ഫ്ലേവർ കയ്യിലേക്ക് ഇറങ്ങി വരും. ഇത് നമ്മൾ മൂടി വയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ 5 മിനിറ്റ് ഞാനിതിനെ അടച്ചു വെച്ചു. നമുക്കിനി ഇതിനെ തുറക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറിവേപ്പില ലാസ്റ്റാണ് ഇട്ടത്. നമുക്ക് ആദ്യമേ ഒരുമിച്ച് ചേർക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കണ്ടത് ആ കറിവേപ്പിലൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിൻ്റെ ആ പച്ച കളർ ഇത്തിരി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൈപ്പയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആയില്ലേ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് കൈപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. കൈപ്പയ്ക്കയുടെ കയ്പ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയുണ്ട്. നമുക്കധികം കയ്പ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ പുളി ചേർത്തുകൊണ്ട് അധികം കയ്പ്പൊന്നുമില്ല. അപ്പോൾ നമ്മളെ കയ്പ്പയ്ക്ക ചുട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.